ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള നല്ല സുന്ദരമായ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു കൺമഷി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കും കണ്ണിന് ഏറ്റവും നല്ല ഗുണപ്രദമായ ഒന്നാണ്. എന്ന് വെച്ചാൽ സ്മഡ്ജ് ഫ്രീ ആണോ ചോദിച്ചാൽ സ്മഡ്ജ് ഫ്രീ അല്ല. നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. മീൻസ് നമ്മൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനെ പരക്കത്തൊന്നുമില്ല. ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുകളുടെ ആരോഗ്യം, കണ്ണുകളുടെ ഭംഗി, അതുപോലെ തന്നെ കണ്ണുകളുടെ സുരക്ഷിതത്വം, പിന്നെ കൺപീലികളുടെ വളർച്ച, ഇതിനെല്ലാം സഹായിക്കുന്ന ഒന്നാണ്. ഏറ്റവും നല്ല നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കും. അതിലൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നന്നായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മളിത് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. അമ്മ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കി തരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കയ്യുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലയാണ്. നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കയ്യുണ്ണി എന്ന് പറയുന്നത്. നമ്മൾ മുടി വളർച്ചയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലീഫാണിത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ നമ്മൾ എടുക്കുക. കണ്ടോടുകൂടി തന്നെയാണ് പറിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ഇളയ ടൈപ്പുള്ള ഇലകളാണ്. ഇത് കുറച്ചുകൂടെ വലുതാവും കേട്ടോ. ഇത് കുഞ്ഞതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കറ്റാർവാഴയുടെ കുഞ്ഞ്, കുറച്ചിട്ട് അല്പം ഒരു ചെറിയ തണ്ടാണിത്. ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള വളരെ ചെറിയൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് പൂവാങ്കുറുന്നൽ എന്ന് പറയും. ഈ നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ഒരു മെഡിസിനാണ്. ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടെ കൂട്ടിയിട്ട് കല്ലിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലാണെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. ഞാനത് നമ്മുടെ സാധാ നാടൻ രീതിയിൽ തന്നെ ചെയ്യണേ. കല്ലിലിട്ടിട്ട് നന്നായിട്ട് അരച്ചത് എല്ലാം കൂടെ കൂടി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. കറ്റാർവാഴയുടെ വെള്ളം തന്നെ ഉള്ളൂ ഇതിൽ. നന്നായിട്ട് ഇത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നമ്മൾ മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കല്ല് വെച്ച് അരയ്ക്കരുത് കേട്ടോ. നമ്മൾ അങ്ങനെയുള്ളതൊക്കെ മാറ്റിൻ്റെ ശേഷം ഉപയോഗിക്കാവുള്ളൂ. അതിനുശേഷം നല്ലൊരു വെള്ള തുണി, നന്നായിട്ട് വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ലിക്വിഡായിട്ടുള്ള നമ്മളുടെ ഈ മെഡിസിൻ എല്ലാം കൂടെ കൂടിയിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഈ തുണി നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു പച്ച കളറായിരിക്കും ഇതിൻ്റെ കളർ. ഇതുപോലെ കണ്ടോ. എന്നിട്ട് നമ്മൾ തിരുനൂല് പോലെ നമ്മൾ ഇത് തെറുത്തെടുക്കണം കീറിയിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം, 2 കപ്പ്. ഇത് കണ്ടോ, ഈ 2 പോലത്തെ മഗ്ഗ ആയാലും മതി കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയുള്ളതല്ലേ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ദീപാവലിക്ക് ഇതൊക്കെ കത്തിക്കണ എന്തായാലും പറയുന്ന ചെറിയ വിളക്കില്ലേ, അതിലേക്ക് അമ്മ അതിലേക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ്. എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമ്മൾ എണ്ണ എടുത്ത് നമ്മൾ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. നല്ല ശുദ്ധമായത് ഏറ്റവും നല്ലത് ക്വാളിറ്റിയുള്ള യൂസ് ചെയ്യുക. ഇതിപ്പോൾ നെയ്യാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്ത മരുന്ന് തേച്ച് ഉണക്കിയെടുത്ത ആ ഒരു ഇതെടുത്ത് നമ്മൾ തിരി നൂലാക്കി എടുക്കണം. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കൈകൊണ്ട് തന്നെ വിളക്കിന് തിരി എടുക്കില്ലേ, അതുപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ നെയ്യിലേക്ക് ഈ തിരുനൂല് നമ്മൾ മുക്കിയിടുക. പിള്ളേർക്ക് നല്ല കരി വാങ്ങിക്കുന്ന കരിയൊന്നും കണ്ണിന്. ഈ തിരുനൂല് മുക്കിയിട്ടതിന് ശേഷം കുറച്ചും കൂടെ നമ്മൾ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതിന് ശേഷം 2 കപ്പുകൾ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് പൊങ്ങി ഒരുക്കി പോകരുത് കേട്ടോ. നല്ല ചൂടായിരിക്കും. അതിന് മുകളിലോട്ട് നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ കഴുകിയെടുത്ത ഒരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വയ്ക്കുക. നമ്മൾ എണ്ണ തീരുന്നതിനനുസരിച്ച് വേണമെങ്കിൽ പ്ലേറ്റ് ചൂട് നോക്കി എടുത്തതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ കരി പിടിച്ചിരിക്കണം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഒരു ഈർക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഴയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൽ നമ്മൾ ചിരണ്ടി എടുക്കണം. നമുക്ക് എന്തായാലും 2 ആഴ്ചത്തേക്കൊക്കെ തേക്കാനുള്ള കരിയൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നേരം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ 2 ഈ വിളക്കില്ലേ 2 യൂസ് ചെയ്താലും നമുക്ക് കുറേ കരി ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ഇളക്കി നമ്മൾ കണ്ടോ കരി ഇങ്ങനെ വരും. നന്നായിട്ടിത് ഇളക്കിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിലോ നെയ്യിലോ ചാലിച്ചിട്ട് വെള്ളം പോലെ ആവരുത്, കട്ടിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കലക്കി വയ്ക്കാം. ഒരു വാഴയിലയിൽ ഇച്ചിരി അല്പം നെയ്യും ചേർത്തിട്ട് നമ്മൾ കലക്കിയെടുത്ത് കാണിക്കുന്നതാണ്. നല്ല കരി പോലുള്ള നല്ല കൺമഷിയാണ്. അക്കുവിന് ഇഷ്ടമില്ല തേക്കാനായിട്ട്, അതാണ് അക്കു ഓടിക്കളയണത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ നല്ല കറുത്ത കൺമഷി കിട്ടും. കുറച്ച് പൗഡർ നമ്മൾ ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് ഫ്രീ ആയിട്ട് നമുക്ക് എഴുതാം. കുട്ടികൾക്ക് നന്നായിട്ട് കണ്ണും പിരികെ എഴുതി കൊടുക്കാം.
ഈ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യുണ്ണി മാത്രമായിട്ടോ അതിൻ്റെ ഇല മാത്രമായിട്ടോ അല്ലെ പൂവാങ്കുറുന്നലിൻ്റെ ഇല മാത്രമായിട്ടോ നമുക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് നല്ലതാണ് ഈ കൺമഷി. അപ്പോൾ നമ്മൾ യാതൊരു കെമിക്കലും ഇല്ല, ഏറ്റവും നല്ലതാണ് കുട്ടികളുടെ കണ്ണിനും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നെയ്യിലോ ശുദ്ധമായ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.